വടക്കുകിഴക്കൻ ഡൽഹിയിലെ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെ ഡൽഹിയിൽ പ്രചാരണത്തിനിടെ ആക്രമിച്ചത് BJP ബന്ധമുള്ള സംഘമെന്ന് റിപ്പോർട്ട്. കേസിലെ പ്രധാന പ്രതി ദക്ഷ് ചൗധരി നേരത്തെയും ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന വിവരങ്ങൾ പുറത്തുവന്നു. BJP MPയും കനയ്യയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ മനോജ് തിവാരിയുമായും സംഘത്തിന് അടുത്ത ബന്ധമുണ്ട്. വെള്ളിയാഴ്ച കിഴക്കൻ ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂരിലാണ് JNU മുൻ ചെയർമാൻ കൂടിയായ കനയ്യകുമാറിനെതിരെ ആക്രമണം ഉണ്ടായത്. AAP കൗൺസിലർ ഛായ ഗൗരവ് ശർമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ഹാരമണിയിക്കാനെന്ന വ്യാജേനയാണ് സംഘം എത്തിയത്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മാലയുമായി കനയ്യയുടെ സമീപത്തെത്തിയപ്പോൾ മർദ്ദിക്കുകയായിരുന്നു. 8 അംഗ സംഘമാണ് എത്തിയതെങ്കിലും 2 പേരാണ് കനയ്യകുമാറിനെ മർദ്ദിച്ചത്. രാജ്യത്തെ തകർക്കുന്നുവെന്നും ഇന്ത്യൻ സൈന്യത്തിനെതിരെ സംസാരിച്ചെന്നും പറഞ്ഞായിരുന്നു അക്രമി സംഘം കനയ്യയെ ആക്രമിച്ചത്. കനയ്യയുടെ ദേഹത്തേക്ക് കറുത്ത മഷി എറിയുകയും ചെയ്തു. ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ ഇരുവരെയും പിടികൂടി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ ബ്രഹ്മപുരിയിൽ നിന്നുള്ള AAP കൗൺസിലർ ഛായ ഗൗരവ് ശർമ്മ പരാതി നൽകിയിട്ടുണ്ട്. കർത്താർ നഗറിലെ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7-8 പേർ ചേർന്ന് ആക്രമിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ 3-4 സ്ത്രീകൾക്ക് പരിക്കേറ്റതായും ഒരു വനിതാ മാധ്യമ പ്രവർത്തക അഴുക്കുചാലിൽ വീണതായും ഛായ ഗൗരവ് ശർമ്മ പറഞ്ഞു. അക്രമികൾ തന്നെ ഒരു മൂലയിലേക്ക് വലിച്ചിഴച്ചെന്നും തന്നെയും ഭർത്താവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഛായ ശർമ്മ ആരോപിച്ചു. പരാതി ലഭിച്ചതായും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. സനാതനി സിംഹങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അക്രമി സംഘത്തിലെ പ്രധാനിയായ ദക്ഷ് ചൗധരിക്കെതിരെ മസ്ജിദിൽ കയറി അതിക്രമം കാട്ടിയതിന് നേരത്തെ കേസ് നിലവിലുണ്ട്. സംഭവത്തിൽ IPC 151A 295 295A 323 504 506 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗാസിയാബാദ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഘപരിവാര പരിപാടികളിൽ പങ്കെടുക്കുകയും മനോജ് തിവാരിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്ത ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ കൈവശം വെക്കുകയും അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. കനയ്യകുമാർ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സംഘത്തിന്റെ ന്യായീകരണം. 2016 JNU സർവകലാശാലയിൽ യൂണിയൻ പ്രസിഡന്റായിരിക്കെ സംഘപരിവാരത്തിനെതിരെ ആസാദി മുദ്രാവാക്യവുമായി എത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ യുവ നേതാവാണ് കനയ്യകുമാർ. AISF നേതാവായിരുന്ന കനയ്യ പിന്നീട് CPI വിട്ട് കോൺഗ്രസിൽ എത്തുകയായിരുന്നു. കനയ്യയുടെ ആസാദി മുദ്രാവാക്യമാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണമെന്നാണ് ഹിന്ദുത്വരുടെ ന്യായീകരണം. അതേസമയം ആക്രമിക്കപ്പെട്ട ശേഷം തിരിച്ചെത്തിയ കനയ്യകുമാർ BJPക്കും മനോജ് തിവാരിക്കുമെതിരെ ആഞ്ഞടിച്ചു. മനോജ് തിവാരിയുടെ ഗുണ്ടാ സംഘമാണ് അക്രമികളെന്നും ബ്രിട്ടീഷുകാർക്ക് ഭയപ്പെടുത്താൻ കഴിയാത്ത ഞങ്ങളെ അവരുടെ സേവകർക്ക് എങ്ങനെ ഭയപ്പെടുത്താൻ കഴിയുമെന്നും കനയ്യകുമാർ ചോദിച്ചു. നിങ്ങളുടെ പോലീസും ജയിലും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ രക്തമാണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നതെന്നും കനയ്യകുമാർ പറഞ്ഞു. അതേസമയം ആക്രമണത്തിൽ BJP നേതൃത്വം മൗനം പാലിക്കുകയാണ്. നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്.